ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എല്ലാ വീടിന്റെ മുകളിലും നക്ഷത്രങ്ങളോ? ക്രിസ്മസ് എന്താ നേരത്തെ എത്തിയോ? ഇതൊന്നും വീറിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളേ അല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഉറപ്പായും മാഡ് മാക്സിന്റെ റോബോട്ട് ആയിരിക്കും. ഈ റോബോട്ട് ആയിരിക്കും കറണ്ട് വലിച്ചെടുത്ത് ഇല്ലാതാക്കുന്നത്. ജിൻടു എല്ലാ വീടിന്റെ മുകളിൽ ഒരു സ്റ്റാർ കൊണ്ടുവന്ന് വെച്ചു. വേഗം വാ, വേഗം. ജിൻടു, നീ ഒരിക്കലും ഒരുപടി നേരെ ചെയ്യില്ലേ. ഇങ്ങനെ മാജിക് ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാം പഴയതുപോലെ നോർമൽ ആക്ക് വേഗം. എന്നിട്ട് ആൾക്കാരുടെ ഓർമ്മകളെ മായ്ക്ക്. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ഒരിക്കലും സന്തോഷാവില്ലല്ലോ. അക്കടം പക്കടം ആലം ഫലം ഇക്കടം തിക്കടം ദന്തമാതം. അയ്യോ, എന്താ ഇത്? വരൂ 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 വരൂ. വീറെന്താ ഇതുവരെ പുറത്തേക്കൊന്നും വരാത്തതാ? അവൻ ഇതൊന്നും അറിഞ്ഞില്ലെന്നുണ്ടോ? ഡാർക്ക് മാഗ്നസ്, അവൻ വരുന്നതുവരെ കാത്തിരിക്കൂ. ഞാൻ കാത്തിരിക്കുകയാണ് ബോസ്. ഈ സ്റ്റാർ എങ്ങോട്ടായി പോകുന്നത്? ബണ്ടിയുടെ അച്ഛാ, ഇവരിത് എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. അവരെ സ്റ്റാറിൽ കയറിയിരിക്കുകയായിരുന്നു. ജിൻടു, അവരെ തിരിച്ചു കൊണ്ടുവാ. അപ്പൂപ്പ, ഇതൊക്കെ ചെയ്യുന്ന റോബോട്ടിനോട് ഞാൻ പോയി ഫൈറ്റ് ചെയ്തേ പറ്റൂ. വീർ, നീ എന്നോടൊപ്പം വരൂ. ഞാൻ നിനക്ക് ഒരു ലൈറ്റ്നിങ് സ്യൂട്ട് തരാം. അപ്പോ നിനക്ക് ഏത് ഇരട്ടത്തും അതിനോട് ഏറ്റുമുട്ടാനാകും. മാത്രമല്ല, അതിന് നിന്റെ ലൈറ്റിനെ വലിച്ചെടുക്കാനും ആകില്ല. ലൈറ്റ്നിങ് സ്യൂട്ട് ഓൺ. ലൈറ്റ്നിങ് സ്യൂട്ട് ഓൺ. നീ എന്നെയാണോ റോബോട്ടെ കാത്തിരിക്കുന്നേ? അവന്റെ കഥ കഴിക്കേ, വെറുതെ വിടരുത്. വേഗം ഒന്ന് ചെയ്യ്. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. മിണ്ടാതിരിക്കുക. അവന് കാർട്ടൂൺ കാണണം പോലും. വീറ് നമുക്ക് വേണ്ടിയാണ് ഏറ്റുമുട്ടുന്നത്. അപ്പൂപ്പ, വീർ പഴയതുപോലെ ആകുമോ? ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചേ. ഐ എം സോറി അപ്പൂപ്പ. ഇതെല്ലാം ഞാൻ കാരണമാ സംഭവിച്ചത്. ഞാൻ പറക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഐ എം വെരി സോറി അപ്പൂപ്പ. കുട്ടികളെ, നിങ്ങൾ ആരും സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ആ മാഡ്മാക്സ് കാരണമാണ് സംഭവിച്ചത്. വീറ് പഴയതുപോലെയാകും. നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ദേ കണ്ടില്ലേ, എല്ലാ കണക്ഷനും ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും 3 വരെ എണ്ണിയാൽ മതി. 1 2 പിന്നെ 3. ഓ വീർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. ഞാൻ ആരാ? നീ വീറാണ്. പിന്നെ ഞാൻ ഇമ്മിലി. ഞാൻ ചുൾബുള്ളാണ്. ഞങ്ങളെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. ഞാൻ ആരാ? അപ്പൂപ്പ, വീറിന് ഞങ്ങളെ മനസ്സിലാവുന്നില്ല. അവന് സ്വയം അവനെ പോലും മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വീറിന്റെ മെമ്മറി ചിപ്പിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ എനിക്ക് നിസ്സാരമായ കാര്യമല്ലേ? എന്റെ ചങ്ക് പോയടാ. പൊളിച്ചു നിൽക്കാതെ ഇതിനെ ഒന്ന് തടയടാ. നിങ്ങളെപ്പോലൊരു സൂപ്പർ ഡ്യൂപ്പർ ജീനിയസിന് ഇതിനെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് നിർത്തുക ബോസ്? അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. വീറിന്റെ മെമ്മറി ചിപ്പിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനൊന്നും ഓർമ്മ വരാത്തത്. നിങ്ങൾ രണ്ടുപേരും ഇവനെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്ക്. അതിലേതെങ്കിലും ഒരു കാര്യത്തിന് ഇവന്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ജിഗ്സോ പസില് പോലെയാണിത്.
ഏതെങ്കിലും ഒരു പീസ് മിസ്സിംഗ് ആയാൽ തന്നെ പസിൽ സോൾവ് ആകില്ലല്ലോ. അതുപോലെ ആ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ പസിൽ സോൾവ് ആകുകയും ചെയ്യും. ഓക്കേ അപ്പൂപ്പ, ഞങ്ങളെ വീടിനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാം. വെരി ഗുഡ് ഇംലി. ഞാനെങ്കിൽ ലാബിലേക്ക് പോയി മറ്റു ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യട്ടെ. വീർ, എല്ലാം ഓർമ്മിക്കാൻ ശ്രമിക്കൂ. ഞങ്ങൾ നിന്നെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാം. വീർ, എന്തെങ്കിലും ഓർമ്മ വന്നോ? ഞാൻ ആരാ? വരും ലീ, നമുക്ക് പറക്കം ചിറക് ഉപയോഗിച്ച് ഇവനെ പറത്തിക്കൊണ്ട് പോകാം. അപ്പൊ ചിലപ്പോ ഓർമ്മ തിരിച്ചു വന്നാലോ? ആ, എന്നാ അങ്ങനെ ചെയ്യാം. ഇതെന്തിനാ ഡാൻസ് കളിക്കുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോ മയിലുകൾ ഡാൻസ് കളിക്കൂ. ഇന്ന് ഞാൻ പുതിയൊരു കാര്യം കൂടി പഠിച്ചല്ലോ. എന്റെ കൂട്ടുകാരനെ വെറുതെ വിട്. ഏയ്, നിങ്ങൾ എന്തോ കണ്ടോണ്ട് നിക്കുക. ഈ ചെറുക്കനെ പിടിച്ച ആ കുഴിക്കകത്തോട്ട് ഇടാൻ നോക്ക്. എന്നെ താഴെ ഇറക്ക്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ആദ്യം മുകളിൽ നിന്ന് വരുന്ന പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെട്. എന്നിട്ട് പോരെ. അങ്ങേര് നിമിഷങ്ങളിൽ മനുഷ്യന്മാരുടെ കഥ കഴിച്ചിട്ട് പോവും. എന്നെ രക്ഷിക്കൂ, പ്ലീസ് ഹെൽപ്പ്, അല്ലെങ്കിൽ ഈ പാമ്പെന്നെ തിന്നുകളയും. ഒരു വാക്ക് തരാമെങ്കിൽ വിടാം. ഇനി ഒരിക്കലും എവിടുന്നും മൃഗങ്ങളെയും പക്ഷികളെയും പഠിക്കാൻ പാടില്ല. അതിനെ കല്ലെറിയാനും പാടില്ല. ഞാൻ വാക്ക് തരുന്നു. എന്നെ വെറുതെ വിട്. പാമ്പ് അടുത്തെത്തി കഴിഞ്ഞു. അയാളെ വെറുതെ വിട്ടേക്ക്. നോക്ക്, അങ്കിളാ മയിലിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താണ്? വീണ്ടും നിങ്ങൾ അതിനെ പിടിച്ചോണ്ട് വന്നു അല്ലേ? അല്ല, ഞാൻ പിടിച്ചുകൊണ്ടുവന്നതല്ല. ഇതിപ്പോൾ എന്റെ സുഹൃത്താണ്, എന്റെ അതിഥിയാണ്. അതാണ് റോബോ ബോയ്. അവനാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഇന്നു മുതൽ ഞാൻ ഒന്നിനെയും വേട്ടയാടില്ല. താങ്ക് യു റോബോ ബോയ്. താങ്ക് യു റോബോ ബോയ്. എന്റെ പിങ്കി മോളെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇപ്പോൾ അടുത്തതായി വരുന്നു നമ്മുടെ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റായ വീറും പിന്നെ അവന്റെ ഗ്രൂപ്പും. വീർ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യൂ. പക്ഷേ ഇന്നേ വരെ അവന്റെ ഡാൻസിങ് ടാലന്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്കിൽ ശരി, നമുക്കെല്ലാവർക്കും ചേർന്ന് കാണാം. സർ, ആ ജിണ്ട് എന്റെ കൂടെ ഓൾറെഡി ഒരു ഡാൻസ് കളിച്ചതാ. ഒരാൾക്ക് എങ്ങനെ രണ്ട് ടീമിൽ ഡാൻസ് കളിക്കാൻ പറ്റുക? ഇത് റൂളിന് എതിരാണ് സാറേ. ഓ, യു ആർ റൈറ്റ്. വീർ, നിന്റെ ടീമിൽ ചിണ്ടുവിന് ഡാൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ ബണ്ടിയുടെ ടീമിൽ ഡാൻസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പാർട്ടിസിപ്പന്റിന് രണ്ട് ടീമിൽ പങ്കെടുക്കുവാൻ കഴിയില്ല. നീ എന്തിനാ അവനോട് പോയി ഡാൻസ് ചെയ്തത്? എന്തിനാണ്? അവൻ എനിക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ തന്ന് എന്നെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ചു. അങ്ങനെ കൂടെ ഡാൻസും കളിപ്പിച്ചു. അവന്റെ കൂടെ ഡാൻസ് കളിച്ചാ പിന്നെ വീറിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ല. ജിണ്ടു, നിന്റെ ചോക്ലേറ്റിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് നിന്റെ കൂട്ടുകാരെ നീ മറന്നു. ഐ എം സോറി വീർ, വെരി വെരി സോറി. അത് സാരമില്ലല്ലോ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് ഡാൻസ് കണ്ട് എൻജോയ് ചെയ്. താങ്ക് യു വീർ.
ഡിയർ സ്റ്റുഡൻസ്, ഈ ഡാൻസ് കോമ്പറ്റീഷൻ വിജയിച്ചിരിക്കുന്നത് ആരാണെന്ന് ഗസ് ചെയ്യേ. ഈ ഡാൻസ് കോമ്പറ്റീഷനിലെ യഥാർത്ഥ വിജയി വീറും അവന്റെ കൂട്ടുകാരുമാണ്. ഞാൻ ഈ ട്രോഫി വാങ്ങാൻ എന്റെ കൂട്ടുകാരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്കും ഈ ട്രോഫിയിൽ അവകാശമുണ്ട്. വരൂ കൂട്ടുകാരെ, സ്റ്റേജിലേക്ക് വരൂ. ജിൻഡു, ഞാൻ പറഞ്ഞത് എന്റെ കൂട്ടുകാരെ വരാനാണ്. നീ ഒരുപക്ഷെ എന്റെ കൂടെ ഡാൻസ് ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ കൂടെയാണല്ലോ നീ റിഹേഴ്സൽ ചെയ്തത്. അത് മാത്രല്ല, നീ എനിക്ക് എപ്പോഴും ഒരു കൂട്ടുകാരൻ